നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 140 മണ്ഡലങ്ങളും പൂർത്തിയാക്കി നവകേരള സദസ്സ് ഇന്ന് സമാപിക്കും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ. എറണാകുളം ജില്ലയിൽ കനത്ത സുരക്ഷ. മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ജാമ്യം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനുള്ള സ്വർണ്ണക്കപ്പ് ഘോഷയാത്ര കോഴിക്കോട് നിന്ന് പുറപ്പെട്ടു. യാത്ര വൈകിട്ട് തൊടുപുഴയിലെത്തും. ഘോഷയാത്ര പോലീസ് അകമ്പടിയോടെ. പത്തനംതിട്ടയിൽ CPM പഞ്ചായത്ത് അംഗത്തിനെതിരെ മതവിദ്വേഷ പ്രചാരണത്തിന് കേസ്. നാരായണാനം പഞ്ചായത്ത് അംഗം ആബിദ ഭായിക്കെതിരെ കേസെടുത്തത് ആറന്മുള പോലീസ്. പരാതി ശ്രീരാമനുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ പേരിൽ. വിവാദങ്ങൾക്ക് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചു. തൃശൂർ ഒല്ലൂരിൽ ട്രെയിനിനും പ്ലാറ്റ്ഫോമിനുമിടയിൽ കാൽ കുടുങ്ങി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. അപകടം ചവിട്ടുപടിയിൽ ഇരുന്നുള്ള യാത്രക്കിടെ. തിരുവനന്തപുരത്ത് പ്ലാറ്റ്ഫോമിലൂടെ നടക്കുകയായിരുന്ന യുവതി ട്രെയിൻ തട്ടി മരിച്ചു. മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. തൗബാലിൽ പോലീസ് വേഷധാരികൾ നടത്തിയ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. പല ജില്ലകളിലും അനിശ്ചിതകാല കർഫ്യൂ. ജപ്പാനിലെ ഭൂകമ്പത്തിൽ 23 പേർ മരിച്ചതായി റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 1 ലക്ഷത്തോളം പേരെ തീരപ്രദേശങ്ങളിൽ നിന്ന് മാറ്റി. നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ സമയമെടുക്കുമെന്ന് അധികൃതർ.